ഹലോ ഗൈസ്, മേഘനാഥന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇനി ആരായിരിക്കും വീഴാൻ പോകുന്നത്? അതേ കൂട്ടുകാരെ, വളരെ നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങളിലേക്കാട്ടോ നമ്മുടെ മഹാലക്ഷ്മി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും നമ്മുടെ മേഘനാഥൻ കോമയിലായിരുന്നു, തിരികെ ജീവൻ കിട്ടോ എന്നുള്ള ഒരു സംശയത്തിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്നത് മേഘനാഥന് പയ്യെ ബോധം വരുന്നു. മേഘനാഥൻ എല്ലാം ഓർക്കുന്നു, പറയുന്നു, സംസാരിക്കുന്നു. അങ്ങനെ മേഘനാഥൻ വഴി നമ്മുടെ ബാക്കി ശത്രുക്കളൊക്കെ നമ്മുടെ കണ്ണൻ നടന്ന കാര്യവും കണ്ണന്റെ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിക്കുള്ളില് കുഞ്ഞ് എന്നുള്ളൊരു സത്യങ്ങളൊക്കെ ശത്രുക്കൾ അറിയുകയാണ്. അപ്പൊ ഇനി എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. ശത്രുക്കളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇവരെ എങ്ങനെയെങ്കിലും തീർക്കാൻ തന്നെയായിരിക്കും ശ്രമം, അല്ലെ? മേഘനാഥൻ ഇത്രയും നാളും എപ്പോഴും തിരിച്ചടികളാണ്. അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ മേഘനാഥൻ തിരിച്ച് നമ്മുടെ കണ്ണനിട്ട് മഹാലക്ഷ്മിക്കും തിരിച്ചടി കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾക്കൊക്കെ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ താങ്ങും? നമ്മുടെ മഹാലക്ഷ്മിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ. ചിലപ്പോ മഹാലക്ഷ്മിനെ ഒന്നും ചെയ്യില്ലായിരിക്കും, കണ്ണനെ ആയിരിക്കും ചിലപ്പോ നൈസായിട്ട് തീർക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ണനെ രക്ഷപ്പെടുത്താൻ ആര് വരും എന്നുള്ളതും ചോദ്യം ബാക്കി കേട്ടോ. കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.